ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമുക്ക് കർക്കിടക മാസം തുടങ്ങിയല്ലോ. അപ്പോൾ കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞിക്കൂട്ടെന്നും പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോന്ന് അങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കർക്കിടക കഞ്ഞി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് കിറ്റ് കിട്ടും, അത് വാങ്ങിച്ച് ചെയ്യാറുണ്ട്. അമ്മ വരുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടാണ് ഞാനും ഇങ്ങനെ ഇതിനോടൊരു താല്പര്യം വന്ന് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അത് കാരണം എല്ലാ കർക്കിടക മാസത്തിലും ഞാനിങ്ങനെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ലീഫ് ഇൻ റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാക്കറ്റാണ്. ഇതിനകത്താകുമ്പോൾ നമുക്ക് ഓരോ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഓരോ പാക്കറ്റായിട്ട് കിട്ടും. 7 ദിവസത്തേക്കാണ് ഈ കിറ്റിൽ ഉള്ളത്. 7 പാക്കറ്റ് ആയിട്ടുണ്ട് ഒരു കിറ്റിൽ. അപ്പം അങ്ങനെ ഇതുപോലെ ഓരോ സാഷ പാക്കറ്റ് പോലെ ആണ്. ഇതിപ്പോൾ നമ്മൾ ഓരോ കിറ്റ് ഒരു ദിവസത്തേക്ക് ഈ ഒരു പാക്കറ്റ് മതി. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. ഇത് എളുപ്പ വഴിയാണ്. അപ്പം നമുക്കിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വന്നിട്ട് പിന്നെ ഓരോ പൊടികളൊക്കെ മാറ്റിയെടുത്ത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ ഈ കിറ്റ് തുറന്ന് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാമേ. പക്ഷേ ഇത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കിഷ്ടമാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവർ പറഞ്ഞത് കൂടാതെ വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, വെണ്ണ ചേർക്കാം ഉണ്ടാക്കുമ്പോൾ. പിന്നെ തേങ്ങ ചുരണ്ടിയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതൽ ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഇതേ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാമേ. ഇതാണ് ഒരു കൂട്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി 6 കൂട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ടാണ് ഇത് കഴിക്കേണ്ടത്. വൈകിട്ട് നമ്മുടെ ഡിന്നറിന് പകരം ഞാൻ ഇതാ കഴിക്കുന്നത്. അപ്പോൾ 7 ദിവസം അടുപ്പിച്ച് കഴിക്കും. അപ്പോൾ നമുക്കിത് കാണാമേ. പാക്കറ്റിൽ നവര അരി, ഉലുവ, ആശാളി ഇവ കഴുകിയെടുക്കണം. അത് കഴുകിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും അരി കഴുകിയിട്ട് നമ്മൾ 1.5 ലിറ്റർ വെള്ളത്തിൽ പാകം ചെയ്യാനാണ് പറഞ്ഞത്. കുക്കറിലാണെങ്കിൽ അത്രയും വെള്ളം വേണ്ട, ആവശ്യത്തിനുള്ളത് മതി. നമുക്കറിയാമല്ലോ കുക്കറിൽ എത്ര വേവണം എന്നുള്ളത്. അപ്പോൾ ഇത് വെന്ത് പകുതി വേവാകുമ്പോൾ ഇതിനകത്തൊരു ഔഷധ ചൂർണ്ണമുണ്ട്, ഒരു പൗഡർ ഉണ്ട്. അതും ഉലുവയും ആശാളിയും കഞ്ഞിയിലിട്ട ശേഷം നന്നായി ഇളക്കണം. അത് കഴിഞ്ഞിട്ട് പാകമായി കഴിഞ്ഞാൽ അല്പം ഉപ്പ് ചേർത്ത് ചെറു ചൂടോടെ നമുക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങ ചുരണ്ടി ഇടാം. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ നെയ്യ് ഉള്ളിയിൽ മുപ്പിച്ച് ചേർക്കാം. അല്ലാതെ ഇട്ട് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. അപ്പം അങ്ങനെ നമുക്കിത് കഴിക്കാം. ഇതൊരു കഞ്ഞിയായിട്ടാണ് ശരിക്കും ഇതിരിക്കണേ. അപ്പം അങ്ങനെ കഴിച്ചു നോക്കാമേ. ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ. അപ്പം ഇത് അരിയെല്ലാം ഞാൻ കഴുകിയെടുക്കട്ടെ കേട്ടോ. ഈ പാക്കറ്റിൽ ഇതാണ് നവരയരി കൂട്ടുള്ളത്. പിന്നെ ഇതാണ് ഔഷധക്കൂട്ട്. ഇതാണ് ആശാളി, പിന്നെ ഉലുവയും. ഇത് നമ്മൾ ആദ്യം ചേർക്കേണ്ട. ആദ്യം ഈ നവരയരി ഇതെല്ലാം കൂടെ പൊട്ടിച്ച് ഇത് കഴുകിയെടുത്ത് കുക്കറിലാണ് ഞാൻ വേവിക്കണേ. കുക്കറിൽ വേവിക്കും. ഈ അരിക്ക് ഭയങ്കര നമുക്ക് ഒത്തിരി സമയം വേവണം, എന്നാലേ ഇത് വേവത്തുള്ളൂ. കുക്കറിലിട്ട് വേവിച്ചാലേ പറ്റും. ഇത് ശരിക്കും ഞാൻ കഴുകി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. എന്നിട്ട് ബാക്കി കാണിക്കാം. നവരയരി കഴുകി വെള്ളം ഒഴിച്ചെടുത്ത് ഇനി നമുക്ക് ആശാളിയും ഉലുവയും കൂടെ കഴുകിയെടുക്കണം. കാരണം ഇത് കഴുകിയില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇതിങ്ങനെ കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം. ഇതിങ്ങനെ കഴുകിയെടുക്കട്ടെ കേട്ടോ. ഔഷധക്കൂട്ടിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയട്ടെ. ഇതിനകത്ത് ഒത്തിരി ഐറ്റങ്ങളുണ്ട്. അതെല്ലാം കൂടെ കൂടിയതാണ് ഈ ഔഷധക്കൂട്ട്. ഏതൊക്കെയാന്ന് പറയാമേ. ഈ ഔഷധ ചൂർണത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയട്ടെ. ഈ ഔഷധ ചൂർണം എന്ന് പറയുമ്പോൾ ചുക്കുണ്ട്, അയമോദകം, ജീരകം, ജാതിപത്രി, ഗ്രാമ്പു, വിരാലരി, മല്ലി, വയമ്പ്, പെരിഞ്ചീരകം, ഏലക്കായ, ഇലവർഗം, മഞ്ഞൾ, ശതകൂപ്പ, ദശമൂലം, കുറുന്തോട്ടി, രാമച്ചം, നിലപ്പന, കരിങ്കുറിഞ്ഞി, കൊടുത്തൂവ, പാൽമുതുക്ക്, ആവണക്ക്, കുത്തിരിച്ചുണ്ട, അടയ്ക്കാമണിയൻ, തഴുതാമവേര്, അടപതിയൻ, അമുക്കുരം, നറുനീണ്ടി. ഇത്രയും ഐറ്റങ്ങൾ ഈ ചൂർണത്തിലുണ്ട്. ഇത്രയും കൂടെ കൂടിയാണ് നമ്മൾ മരുന്ന് കഞ്ഞിയായിട്ട് ഉപയോഗിക്കുന്നത്. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ശരിക്കും നന്നായിട്ട് വെന്തു. വെള്ളക്കുറവുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ, തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചൂർണം കൂടെ ഇട്ട് ഒന്നുകൂടെ വേവിക്കാം.
ചൂർണ്ണപ്പൊടിയും കൂടെ ഫുള്ള് നമുക്ക് പൊട്ടിച്ചിടുന്നതിനകത്ത്. അടുപ്പ് കത്തിച്ച് ഇതിൽ അത് കിടന്ന് വേവട്ടെ കേട്ടോ. ഒന്നോടെ ഈ ചൂർണ്ണവും കൂടി നന്നായിട്ട് വെന്തെടുക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഉപ്പ് ചേർത്തില്ലായിരുന്നു, കാരണം ഒന്നാമതെ വേവാൻ താമസാണ്. അപ്പൊ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വേവാൻ ഒത്തിരി താമസമാകും. ഒരു ഉപ്പ് ഇപ്പൊ വെന്ത് കഴിഞ്ഞതിന് ഉപ്പ് ചേർത്തത്. ഒരു 4 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ നോക്കിയപ്പോൾ വെന്തില്ല. പിന്നെ ഒരു 4 വിസിലും കൂടെ കഴിഞ്ഞപ്പോൾ വെന്ത്. ഈ നവരയ്ക്ക് ഭയങ്കര വേവാട്ടോ. പക്ഷെ ഇപ്പൊ നന്നായിട്ട് വെന്തു, നല്ല ഇതായി. ഇനി ഒന്ന് തിളച്ചു തുടങ്ങി. കുറച്ച് ഞാനൊരു 2 സ്പൂൺ തേങ്ങയും കൂടെ ഇടുന്നുള്ളൂ, അത്ര ഇടുന്നുള്ളൂ തേങ്ങ. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ വരും. അത്ര നെയ്യും കൂടെ. നമുക്ക് ആവശ്യത്തിന് എത്ര ലൂസ് വേണോ അത്രയും ലൂസാക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവ, കഞ്ഞിപ്പരുവായിട്ട് ശരിക്കും തിളയ്ക്കുകയും ചെയ്തു. ഇനി നമുക്ക് കഴിക്കാം. ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇത്രയും നന്നായിട്ട് വെന്തു. ആശാടി കണ്ട വെന്തത്, ഉലുവ എല്ലാം വെന്തു. ഇനി ഞാനത് കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാമേ. കഞ്ഞിയെല്ലാം റെഡിയായി. ഇനി നമുക്ക് കഴിച്ചു നോക്കാമേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് വേണേ ഇച്ചിരൂടെ നമുക്ക് ലൂസാക്കാം. എനിക്ക് ഇതേ പരുവത്തിലാണ് ഇഷ്ടം, ഒത്തിരി ഇതിനേക്കായാലും. നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉലുവയുടെയും മരുന്ന് കഞ്ഞിയുടെ ആ മരുന്നിൻ്റെ കൂട്ടിൻ്റെ ഒക്കെ കൂടി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒരു മരുന്ന് കഞ്ഞിയുടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെറിയൊരു കയ്പ്പ് പോലെ ഒരു ചെറുതുണ്ട്, അതാ ഉലുവയുടെ ഒക്കെയാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. മരുന്ന് കഞ്ഞിയായിട്ട് കുടിക്കുമ്പോൾ നല്ലതാണ്. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ എല്ലാ വർഷവും കുടിക്കുന്നതാണ്, കഴിക്കും. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഇതുണ്ട്. ഇതെല്ലാവരും കഴിച്ചു നോക്കണേ. ഇതിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണത് നല്ലതാണ്. ഞാൻ എല്ലാ കർക്കിടക മാസത്തിലും കഴിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ. ഇപ്പം ഈ ചെറിയൊരു കയ്പ്പ് പോലെ വരുന്നതിന് നമ്മൾ ഈ നെയ്യ് ഒഴിക്കുമ്പോൾ ആ കയ്പ്പ് അങ്ങ് മാറി. അപ്പോൾ ആ ഒരു കുഴപ്പമില്ല. നെയ്യുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ തേങ്ങയും ഞാൻ ചുരണ്ടി ഇട്ടു. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ ഇട്ട് ചെയ്യണയാ. അപ്പോൾ ഞാനങ്ങനെ കഴിക്കുന്നു. നല്ലതാണ്. ഓക്കെ, താങ്ക് യു.